ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് ഭയങ്കര സങ്കടത്തിൽ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ഇത്രമാത്രം വിഷമങ്ങൾ മനസ്സിലടക്കി വെച്ച് ഞാൻ നടക്കുമായിരുന്നമ്മേ, എനിക്ക് ഊണോ ഉറക്കമോ ഒന്നുമില്ലാതെ സങ്കടപ്പെടുമായിരുന്നു എന്നെല്ലാം പറയുമ്പോഴും ദേവി പൊട്ടിത്തകർന്ന് അവിടുന്ന് നേരെ മുറിക്കകത്തേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. കോമതിക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റാണ്ട് റൂമിലേക്ക് ചെന്ന് കരയാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ട് ചെന്ന് അമ്മയെ സമാധാനിപ്പിക്കുക കേട്ടോ. എന്നാലും ഗോമതി അതിലൊന്നും അടങ്ങുന്നില്ല. ഗോമതി അങ്ങോട്ട് പൊട്ടിത്തെറിക്കാനും പൊട്ടിക്കരയാനും തുടങ്ങിയിട്ടുണ്ട്. ഗോമതി പറയണം, എന്നാലും മീനാക്ഷി, നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ. അവളെ എന്തെങ്കിലും ഒരു വാക്കുകൾ തുറന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ചതിയും കള്ളത്തരവും ഉള്ളിൽ ഒളിപ്പിച്ചാണല്ലോ അവൾ ഈ വീട്ടിൽ കഴിഞ്ഞതല്ലേ. പാവം എൻ്റെ ധർമ്മൻ, അവന് ഒരു കാരണവുമില്ലാതെ ഇത്രയും രൂപയ്ക്ക് കള്ളനാക്കിയില്ലേ നമ്മൾ. ഒന്നുമില്ലെങ്കിലും അവനെ നമ്മൾ സംശയിച്ചില്ലേ. അതുകൊണ്ടല്ലേ അവന് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പാവം. എന്നിട്ട് മനസ്സിലാ വീഡിയോ ഓർത്തെടുക്കാട്ടോ ഉദയഭാനു. അവിടുന്ന് പണം മോഷ്ടിക്കണതും പോക്കറ്റിനകത്ത് കയറ്റി വെക്കണതൊക്കെ ഇതൊക്കെ ഓർത്തോർത്തിട്ട് നമ്മുടെ ഗോമതിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഗോമതി എന്നിട്ട് പറയാണ്, ഇത്രയും വലിയൊരു കള്ളനായിരുന്നു അയാൾ. എന്നിട്ട് അയാളെ നമ്മൾ എങ്ങനെ ദൈവത്തെപ്പോലെ പൂജിച്ചു, വലിയ ബിസിനസ് മാനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞും കൊണ്ട് തലയെ കയറ്റി വെച്ചില്ലേ. പാവം, എൻ്റെ ധർമ്മനോട് ചെയ്തതിന് ഞാനിനി ഏത് ദൈവങ്ങളോട് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് വയ്ക്കും ദൈവമേ? അച്ഛനെ പോലെ അമ്മയെ പോലെ അവൻ എന്നെയും ബാലേട്ടനെയും ജീവനെ പോലെ സ്നേഹിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് അവനെ ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്ക് സംശയിക്കേണ്ട ഒരു ഇട വരുത്തിയില്ലേ. അത് ഇയാൾ കാരണമല്ലേ, ഈ ഒരു ഉദയഭാനു. അയാൾ വരട്ടെ, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അയാൾ ഒറ്റ ഒരുത്തനാണ്. അയാളെ ഇവിടെ വിളിച്ചു വരുത്തണം, അതാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പം മീനാക്ഷിയും ഇത്രയും കൂടെ പറ, അമ്മേ ഒന്ന് സമാധാനപ്പെട്. എന്ത് സമാധാനപ്പെടാനാണ് ഇതിൽ കൂടുതൽ? അവളെ ഇനി ഈ വീട്ടിൽ വെച്ച് വാഴിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല ദേവിയെടുത്തി അവളെ ഞാൻ എങ്ങനെ സ്നേഹിച്ചു. നിങ്ങളെക്കാലൊക്കെ കൂടുതൽ മക്കൾ ഇത്രയും ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടോ? അവൾ എന്നോട് എത്രയും കള്ളത്തനങ്ങൾ പറഞ്ഞു അല്ലേ. ഹോട്ടലിൽ ജോലിക്ക് പോയതും അതും ഇതും പോരാഞ്ഞിട്ട് എൻ്റെ ആനന്ദിൻ്റെ ജീവിതം തകർത്തത് അവൾ ഒറ്റ ഒരുത്തിയല്ലേ. എന്തിനായിരുന്നു ഈശ്വര ഇങ്ങനെ ഒരു ജീവിതം എൻ്റെ ആനന്ദിന് കൊടുത്തതെന്ന് പറഞ്ഞു അവിടെ നിന്ന് കരയണം കേട്ടോ. അവസാനം മീനാക്ഷിക്കും ഇത്രയ്ക്ക് നല്ല വഴക്കം കൊടുക്കുന്നുണ്ട്. അവളെ പേരും പറഞ്ഞും കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാമെന്നും പറഞ്ഞു, നിങ്ങളാരും ഇങ്ങോട്ട് വന്നേക്കരുത് എൻ്റെ അടുത്തെന്നും പറഞ്ഞുകൊണ്ട്. എന്നാലും ഗോമതി തലയെ കൈവച്ച് ഇങ്ങനെ കരഞ്ഞിരിക്കണ കാണുമ്പോൾ മീനാക്ഷിക്കും ഇത്രയ്ക്കും കൂടുതലൊന്നും പറയാൻ പറ്റണില്ല കേട്ടോ. അവരും ആകെ അത്ഭുതപ്പെട്ടു പോയില്ലേ. പുറത്ത് ആനന്ദാണെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ തല കമഴ്ത്തി വെച്ച് കരച്ചിലോട് കരച്ചിൽ. അപ്പുറത്ത് സെറ്റിയിലാണെങ്കിൽ ബാലൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇരിക്കുന്നു, എന്തൊക്കെയോ ചിന്തകളുമായിട്ട് ആനന്ദിൻ്റെ വിഷമം കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഗോമതി ഇങ്ങോട്ട് വരുന്നത്. ആനന്ദിനെ സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുന്നെങ്കിലും പെട്ടെന്ന് ബാലേട്ടൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് പറയാം, ബാലേട്ടാ, നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. നിങ്ങളെൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളുടെ അച്ഛനാണ്. എല്ലാ ഉത്തരവാദിത്തത്തോടും നിന്നും കണ്ടും കേട്ടും ചെയ്യുന്ന ആൾ. നിങ്ങൾക്ക് എല്ലായിടും തെറ്റില്ല. ഒരു വസ്തു വാങ്ങിക്കാൻ പോയാൽ പോലും 1000 പ്രാവശ്യം നോക്കും അതിൻ്റെ കാര്യം എന്താ, അത് ഇത് ഒരു എന്ത് കാര്യത്തിനും കീറി മുറിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് മുന്നിട്ടിറങ്ങുള്ളൂ. സ്വന്തം മകൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ എന്തേ അത് നോക്കിയില്ല? എൻ്റെ ആനന്ദിനെ കൊണ്ട് കുഴി ചാടിച്ചുല്ലേ? പറ ബാലേട്ടാ, ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങൾ ഒറ്റ ഒരുത്തനാന്നും പറഞ്ഞുകൊണ്ട് ഷർട്ടിൽ അങ്ങോട്ട് കുത്തി പിടിക്കാട്ടോ ബാലൻ്റെ. എന്നിട്ട് ആ താന്നിരിക്കണ ബാലൻ്റെ തലയെ പിടിച്ച് തട്ടി നൂത്തിട്ട് പറയാൻ എൻ്റെ ആനന്ദിൻ്റെ ജീവിതം ഇത്രയും നശിപ്പിച്ചത് നിങ്ങളല്ലേ. പാവം പിടിച്ച് അവന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് അവൻ വേണ്ട തലയെ കൈവച്ച് പറഞ്ഞതാണ് എനിക്ക് വേണ്ടാന്ന് കല്യാണം. എന്നിട്ടും അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? പല കാര്യത്തിനും പല പ്രാവശ്യം ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളെന്തേ ആനന്ദിൻ്റെ ജീവിതത്തിൽ ഇവരെക്കുറിച്ച് അന്വേഷിക്കാത്തേ? നിങ്ങൾക്ക് എവിടെ തെറ്റ് പറ്റിയത് പറ. അപ്പോൾ ബാലേട്ടന് ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നോ? ഇത് ഈ കുഴി കൊണ്ട് ചാടിച്ചത് ബാലേട്ടനല്ലേ എന്നും പറഞ്ഞോ അങ്ങോട്ട് തുടങ്ങിയിട്ടോ നമ്മളും ഗോമതി. പക്ഷെ ബാലൻ്റെ ഒരു അക്ഷരം മിണ്ടാനേ പറ്റുന്നില്ല. ബാലൻ്റെ തന്നെയാണ് തെറ്റുപറ്റി പോയത്. അപ്പം അവിടെ നിന്നുകൊണ്ട് ആനന്ദും സഹിക്കാൻ വയ്യാത്ത കരച്ചിൽ കാണുമ്പോഴത്തേക്കും ഗോമതിക്ക് താങ്ങാനാവാതെ ആനന്ദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, മോനെ, ഞാൻ എങ്ങനെ നിന്നെ സമാധാനിപ്പിക്കും എന്ന് എനിക്കറിയില്ല. ഇത്രയും വലിയ വേദനയും കൊണ്ട് നീ ഒരുപാട് നാളിങ്ങനെ നടന്നല്ലോ. ഞാൻ പലതവണയും എൻ്റെ മോനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ വിഷമിച്ചാണ് നടക്കണത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. രാത്രിയായാലും അവന് ഉറക്കമില്ല. പലപ്പോഴും അവൻ ഇവിടേക്ക് നടക്കുന്നതും ഉണർന്നിരിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തെല്ലാം അവൻ ഉള്ളിലടക്കി ആരോടും പറയാതെ അച്ഛനും അമ്മയും വിഷമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു പാവം ആനന്ദിനെയാണല്ലോ മനുഷ്യ നിങ്ങൾ ഇതുപോലൊരു കുഴി കൊണ്ട് ചാടിച്ചത്. നിങ്ങൾക്ക് എന്തുവായിരുന്നു ഇവിടെ?
ഉദയഭാനു സാറ്, ഉദയഭാനു വലിയ ബിസിനസ്മാൻ, അദ്ദേഹത്തിന് ഒന്നും പറയാൻ പാടില്ല, പൂജിക്കണം പൂവിട്ട് അല്ലേ? അങ്ങനെ നിങ്ങളായിട്ടല്ലേ എല്ലാവരെയും അങ്ങനെ ആക്കിയത്, ഞങ്ങളെല്ലാവരും അങ്ങനെയല്ലേ അയാളെയും കൊണ്ട് നടന്നത്. എന്നിട്ട് ഇതൊന്നും അന്വേഷിക്കാണ്ട് പാവം, എന്നിട്ടോ എല്ലാ കള്ളത്തരവും ചതിയും വഞ്ചനയും എല്ലാം ഉള്ള ഒരുത്തിയെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരാൻ ഒന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് പറഞ്ഞെങ്കിലും പിന്നെ പോയി ബാലനോട് സമാധാനം പറയാട്ടോ. ബാലേട്ടാ, നിങ്ങളങ്ങനെ മോന് വേണ്ടിയിട്ട് എടുത്തു ചാടി ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റ് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ആരെ ഭാഗത്ത് നിൽക്കും? ആർക്ക് സമാധാനം കൊടുക്കും? എനിക്ക് ഒരു പിടിയില്ല ആനന്ദേ. ഇനി എന്താ ചെയ്യുക? അമ്മ വിഷമിക്കാതെ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി, അമ്മ സമാധാനപ്പെട് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയെ പോയി കെട്ടിപ്പിടിച്ചും കൊണ്ട് നമ്മുടെ ആനന്ദം അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി. ഇത്രയും നാളും അടക്കി വെച്ചിരുന്ന ആ ഒരു സങ്കടമൊക്കെ പുറത്ത് വരുവാട്ടോ. അച്ഛൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കരയുന്നു, അമ്മയടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. ആകെ ഒരു ബഹളം തന്നെ കേട്ടോ ദേവമംഗലത്ത്. റൂമിനകത്ത് അടച്ചു മൂടി പേടിച്ച് കുറച്ചിരിക്കുകയാണ് നമ്മുടെ ദേവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇറങ്ങിപ്പോണോ നിൽക്കണോ, ആരും ഒന്നും മിണ്ടുന്നില്ല. ആകെത്താ ഒരു അവസ്ഥ. അപ്പോൾ നമ്മുടെ മീനാക്ഷി മിത്രയും കൂടെ അങ്ങോട്ട് ചെല്ലുക കേട്ടോ. ദേവിയായിട്ട് നിന്ന് വിളിക്കുക. അപ്പോൾ തന്നെ ദേവി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. വന്നിട്ട് പറയാം, മീനു, ദേവിയെടുത്തി ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും ഞങ്ങളോട് ദേവിയെടുത്തിക്ക് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് മീനാക്ഷി ചോദിക്കുകയാണ്. അപ്പോഴങ്ങോട്ട് ദേവി പൊട്ടിത്തെറിച്ചു വിട്ടത് ആ സങ്കടമെല്ലാം കൂടെ ആയിട്ട്. എന്നിട്ട് ദേവി പറയാം, മീനു മിത്രേ, എനിക്ക് നിങ്ങളാരും ചതിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ സൗണ്ട് പോലും വരുന്നില്ല, വിക്കി ഇങ്ങനെ കരഞ്ഞ് പറയാണ്. ഞാൻ ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചില്ല. ഇതെല്ലാം എൻ്റെ അച്ഛനും അമ്മയും കൂടെ എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. ആനന്ദേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഈ കുഴി കൊണ്ട് ചാടിക്കരുതെന്ന് ഞാൻ തലയെ കൈവച്ച് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞത് ദിവ്യയ്ക്കൊരു ജീവിതം കിട്ടണം, ദിവ്യയുടെ പേരും പറഞ്ഞ് എന്നെ അതിൽ പിടിച്ച് ഇടുകയായിരുന്നു. പിന്നെ പലതവണ എനിക്ക് നിങ്ങളോടൊക്കെ തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും ആ സമ്മതിക്കാത്തത്. കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ച് നീ കലം കൊണ്ടിട്ട് ഉടയ്ക്കല്ലേ മോളേന്നും പറഞ്ഞും കൊണ്ട് ഒന്നിനും മീതെ എന്നെ കള്ളങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചത് അവരാണ്. മീനാക്ഷി ഇത്രേ, ഞാൻ മനഃപൂർവ്വം നിങ്ങളോടത്തൊന്നും ഒരു ദ്രോഹവും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നവളല്ല. പിന്നെ ആ ജോലിയുടെ കാര്യമുണ്ടല്ലോ, IT കമ്പനിയുടെ ആ സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ചില്ല അന്നേരം ഞാൻ ഈ കാര്യം അമ്മയോട് വിളിച്ച് പറഞ്ഞു. എൻ്റെ അമ്മയാണ് പറഞ്ഞത്, നീ IT കമ്പനി നിനക്ക് ജോലി കിട്ടിയെന്നൊരു കള്ളം പറയാൻ. അവിടെ മുതൽ ഞാൻ കള്ളം പറഞ്ഞ് ഒന്നിനും മീതെ പറഞ്ഞതങ്ങ് ശീലമായി. അങ്ങനെ എനിക്ക് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ആവണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം കള്ളം പൊളിയുമെന്നും ഇത് പിടിക്കപ്പെടുമെന്നും. അന്ന് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എനിക്കാകെ പേടിച്ചാണ് ഞാൻ ഇന്ന് വരെയും ജീവിച്ചത്. ഈ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ മനസ്സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയത്തോടു കൂടിയാണ് ഓരോ നിമിഷം ഞാൻ ജീവിച്ചു വരുന്നത്. എൻ്റെ കള്ളത്തരങ്ങൾ പിടിക്കുമല്ലോ എന്ന്. ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ വായ അവർ പൂട്ടിക്കഴിഞ്ഞു. അതാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പാവം ദേവി പൊട്ടി കരയാട്ടോ. ദേവിക്ക് ആകെ ഒരു ഭയം, കണ്ണുകളൊക്കെ പേടിച്ച് വറക്കി. ഇവരെല്ലാവരും കൂടെ തന്നെ കൊത്തിപ്പറിക്കുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് വറച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്